വർണ്ണസങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ലത്തീഫ് സീനത്ത് ദമ്പതികളുടെ പച്ചാട്രിയിൽ 2800 സ്ക്വയർ ഫീറ്റിൽ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഞാൻ രാജേഷ് പുറത്തൂർ. നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം ഈ വീടിന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യും. 2800 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തത് എന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു ഫ്രീ സ്പേസ് ആയിട്ട് നമുക്ക് ഈ വീടിന്റെ ഇന്റീരിയറിലേക്ക് കയറി വരുന്ന ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വാഷ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെയർ കേസിന്റെ ഏരിയയിൽ കൊടുത്തിട്ടുള്ള അതേ കളർ പാറ്റേൺസ് ഉപയോഗിച്ചിട്ട് ഈ വാഷ് കൗണ്ടറിന്റെ ഒരു ഏരിയയുടെ പിൻഭാഗത്തും അതേ ടോൺ തന്നെ ഫിനിഷ് ചെയ്തിട്ട് ഡൈനിങ് ടേബിളിന്റെ ടോപ്പ് കൊടുത്തിട്ടുള്ള അതേ കളർ ടോൺ ഉപയോഗിച്ചിട്ടുള്ള ടൈൽസും ഉപയോഗിച്ച് കോർണർ എല്ലാം 45-ൽ കട്ട് ചെയ്ത് നല്ലൊരു വാഷ് ബേസിനും കൊടുത്ത് നല്ല സുന്ദരമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മനോഹരമായ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും ഹൃദ്യമായി സ്വീകരിക്കുന്ന ഒരു സെറ്റിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഒരു ഗ്രേയിഷ് കളറായിട്ട് ഒരു ടെക്സ്ചർ ഫിനിഷിലുള്ള ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന രീതിയിൽ തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയ രീതിയിൽ ഒരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീനിഷ് എലമെന്റ് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പോട്ട് കൊടുത്ത് ഏറ്റവും സുന്ദരമായി കർവ്ഡ് ടൈപ്പിലുള്ള ഓപ്പൺ ഷെൽഫും അതോടുകൂടി TV യൂണിറ്റിന്റെ ഒരു സൈഡ് ഭാഗത്ത് അതേ കർവ് തന്നെ ഫോളോ ചെയ്ത് ഈ ബോട്ടം ബോക്സിൽ വരുന്ന ചെറിയ ബോക്സും അതേ ടൈപ്പിലുള്ള കർവ് ടൈപ്പ് തന്നെ കൊടുത്ത് 2 ഗ്ലാസ് എല്ലാം കൊടുത്ത് വളരെ ലോങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കർട്ടനും കൊടുത്ത് അതിസുന്ദരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മുടെ കയറി വരുന്ന ഭാഗത്ത് തന്നെ നമ്മളെ ഏറ്റവും ഹൃദ്യമായി സ്വീകരിക്കുന്ന, നമ്മൾ ഏതൊരു വീട്ടിലും കയറി വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ലിവിംഗ് സ്പേസ്. നമ്മൾ ഹൈഡ് ആയിരിക്കുന്ന ഒരു ഭാഗം ഒരു വിൻഡോ മാതിരി മാത്രം ഫീൽ ചെയ്യുന്ന ഒരു വിൻഡോ പാനൽ കൊടുത്ത പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഭാഗത്ത്, പക്ഷേ അതിന്റെ താഴെ ഭാഗം ഒരു ബേ വിൻഡോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് ഒരാൾക്ക് ആ ബേ വിൻഡോയിൽ ഇരുന്നു കൂടി ഫുഡ് കഴിക്കാവുന്ന രീതിയിൽ ഈ ഒരു ഭാഗം അട്രാക്റ്റീവായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ കിച്ചന്റെ ഒരു ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഭാഗം ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാഡിംഗ് സ്റ്റോൺ ടൈപ്പിലുള്ള ലാമിനേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല മനോഹരമായി തന്നെ സുന്ദരമായി ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു ഭാഗത്തിന് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനോട് കൂടി തന്നെ ഒരു ലൂവർ ടൈപ്പിലുള്ള പാനലെല്ലാം കൊടുത്ത് അതിസുന്ദരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഭാഗത്ത് ടോപ്പ് ഏരിയയിലേക്ക് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ള അതേ കളർ ടോണിൽ തന്നെ GI പൈപ്പ് ഉപയോഗിച്ച് ഒരു ഭാഗം ഒരു സീലിംഗിൽ നിന്നും ഹാങ് ചെയ്ത് ഒരു കുഞ്ഞു കമ്പിയെല്ലാം ചെയ്ത് നല്ല മനോഹരമായി അതിനോട് ചേരുന്ന രീതിയിൽ തന്നെ ഒരു പാറ്റേൺ കൂടി സെറ്റ് ചെയ്തിട്ട് ഈ വീടിനെ സുന്ദരമാക്കിയിട്ടുണ്ട്. ഈ കിച്ചണിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ കളർ ടോണുകളും ഒരു പേസ്റ്റൽ കളറുകളായതുകൊണ്ട് തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു ഭാഗം കിച്ചണിൽ നിൽക്കുന്നത്. ഇതിന്റെ ടോപ്പ് ഭാഗത്തും, അതായത് വാളിലെല്ലാം തന്നെ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ടൈൽസ് എല്ലാ ഭാഗത്തും ഈ വീടിന്റെ കിച്ചൺ ഏരിയയിൽ ഒരു കാരണവശാലും ഒരു അഴുക്കും എങ്ങനെയും വരാത്ത രീതിയിലാണ് ഈ ടൈല് കൊടുത്തോണ്ട് തന്നെ നമ്മുടെ വാളിലെല്ലാം ടൈലിൽ അഴുക്ക് പിടിക്കുന്നത് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ്. ഷോ കിച്ചൺ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയിൽ തന്നെ നമ്മളിപ്പോൾ വർക്ക് ഏരിയ വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാവരും സെറ്റ് ചെയ്യുക എന്നെങ്കിൽ കൂടിയിട്ട് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള വർക്ക് ഏരിയ അതിമനോഹരമായിട്ടിരിക്കുകയാണ്. അതിസുന്ദരമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിന്റെ ലോഫ്റ്റുകളെല്ലാം PVC ലാമിനേറ്റഡ് ഷീറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഹാൻഡിൽസിന് പകരം നമ്മൾ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് അതിന്റെ താഴെ ഭാഗത്ത് കൂടെ, അതായത് താഴെ ഭാഗത്ത് കൂടി ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ പ്രൊഫൈൽ ഹാൻഡിൽ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള ലോങ്ങിലുള്ള 8 അടി ഹൈറ്റിൽ വരുന്ന 2 ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഹാൻഡിൽ ഇവിടെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഹാൻഡിൽസ് എല്ലാം പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ഷെൽഫും അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് GTPT കൊടുത്തിട്ടുള്ള ഒരു ഭാഗത്ത് ഈ ഓപ്പൺ ഷെൽഫ് ഡബിൾ ഹൈറ്റിൽ നമുക്കിങ്ങനെ ഒരു ഉപയോഗിക്കാൻ ഏറ്റവും സൗകര്യമാകുന്ന രീതിയിൽ ഒരു
അലുമിനിയം പ്രൊഫൈൽ കൊടുത്തിട്ടുള്ള ഹാൻഡിൽസ് ഡോർസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ബ്ലാക്ക് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ പറയാതിരിക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗം ഒരു നിഷാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നിഷ് എന്ന് പറയുമ്പോൾ വാളിൽ തന്നെ ഹൈഡായിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്ത് ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്. ഇവിടെ സ്റ്റോറേജ് സ്പേസിൽ ഇവിടെ സ്ലാബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കൂടാതെ ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് അല്ല, ഒരു കുഞ്ഞ് സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജ് സ്പേസിൽ തന്നെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വെക്കുന്ന സാധനങ്ങളുടെ സ്മെല്ലെല്ലാം പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് മെഷ് കൊടുത്തിട്ട് അതിന്റെ എക്സോസ്റ്റ് എല്ലാം ഫ്രീ ആക്കി തന്നെ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ 6-6.25 സൈസിലാണ് ഇവിടെ കോട്ട് കൊടുത്തിട്ടുള്ളത്. 2 സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗം ഒരു വാൾ ഫുള്ള് ടെക്സ്ചർ പെയിന്റ് കൊടുത്ത് നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡർ കൂടെ കൊടുത്തിട്ട് അതേ സെയിം പാറ്റേണിൽ തന്നെ ഒരു കുഷ്യൻ കൊടുത്ത് ഒരു ഫാബ്രിക് ടൈപ്പിലുള്ള ഹെഡ് റെസ്റ്റും കൊടുത്ത് സുന്ദരമായിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. അതേ ഫിനിഷിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബേ വിൻഡോ കൂടി കൊടുത്ത് അതിലുള്ള കുഷ്യൻസും സെയിം കളർ ടോണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള വാർഡ്രോബ്സ് 2 സ്ലൈഡിംഗ് ഡോർ ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ലോങ് ടൈപ്പിലുള്ള ഹാൻഡിൽസ് എല്ലാം കൊടുത്ത് ആ സൈഡിലുള്ള ഒരു ഭാഗത്തും ഒരു ഓപ്പൺ ടൈപ്പിലുള്ള ഒരു ഡോറുകളെല്ലാം കൊടുത്ത് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്ലൈഡ് ഡോർ ടോപ്പിലുള്ള ലോഫ്റ്റുകളും മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിലൂടെ പ്രൊഫൈൽ ലൈറ്റ് ആയിട്ട് ഇൻസൈഡിൽ നിന്നും പുറത്തേക്ക് കാണുന്ന രീതിയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 5 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഈ വീട്ടിലുള്ള 5 ബെഡ്റൂമിൽ രണ്ടാമത്തെ അതായത് താഴെ ഭാഗത്ത് ഫ്ലോർ ലെവലില് ഒരു 3 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതില് നമ്മളിവിടെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ 4 ഡോർ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ ഒരു ഡോർ കൂടി ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഡോർ വാർഡ്രോബില് ഈ ഒരു ഭാഗം ബാത്റൂം ഏരിയ ആണ്. ഈ ബാത്റൂമിനകത്തേക്കുള്ള വേ ആണ് ഈ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ നല്ല മനോഹരമായിട്ട് നമുക്ക് ബാത്റൂം ഇതിനകത്ത് ഉള്ളത് നമുക്ക് അറിയാത്ത രീതിയിൽ ഹൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഹാളിന്റെ ഒരു സൈഡിലേക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഭാഗത്ത് ഒരു കൺസോൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗം ബോക്സുകളൊന്നും ചെയ്യാതെ ഫ്രീ ആയി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സിറ്റിംഗ് സ്പേസ് കൂടെ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള 3ാമത്തെ ബെഡ്റൂം ഒരു കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു 150 സൈസിൽ വരുന്ന വാർഡ്രോബ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൂടാതെ അതിന്റെ ഒരു ഹാങ്ങിങ് ടേബിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റഡി ചെയ്യാനും അയൺ ചെയ്യാനും കൂടിയുള്ള ഡബിൾ പർപ്പസിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ കൊടുത്തിട്ടിരിക്കുന്ന ബെഡ് അതായത് 4-6.25 സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റില് ഫോം കുഷ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടുകൂടെ ഒരു സൈഡ് ടേബിളേ കൊടുത്തിട്ടുള്ളൂ. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് അതായത് ബാത്റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്ത് കൂടെ ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള സ്റ്റോറേജ് സ്പേസ് കൂടി കൊടുത്തിട്ട് അതിമനോഹരമായി അതിന് കൂടാതെ തന്നെ ഈ ഒരു ലോഫ്റ്റ് കൂടി കൊടുത്തിട്ട് വളരെ സുന്ദരമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഓരോ ഭാഗത്തും ശ്രദ്ധ ചെലുത്തി പണിതിട്ടുള്ള ഒരു വീടാണ് ഈ ഒരു വീട്. 3 സ്റ്റെപ്പോട് കൂടിയിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് സ്റ്റെയർ കേസ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് തന്നെ നല്ല വിശാല അതുകൊണ്ട് തന്നെ അതായത് ഈ ഒരു ഹാളിന്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെയർ കേസ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിൽ വരുന്ന വിശാലത അതായത് ഒരു 4 അടി സൈസിലുള്ള സ്റ്റെപ്പുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അത്ര തന്നെ വിശാലത നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് ഒരിക്കലും കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് കൂടെ തന്നെ ഈ സ്റ്റെപ്പിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് റെസ്റ്റുകളെല്ലാം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും അതിന്റെ വിശാലതയെ വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ പെയിന്റ് ആണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ടാണ് ഈ ഒരു ടോപ്പ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതാണ് ഈ വീടിന്റെ ബാൽക്കണിയുടെ ഭാഗം. ഈ ഭാഗത്ത് തന്നെ ഫ്രണ്ടിലേക്ക് കാണാവുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ഗ്ലാസുകളെല്ലാം കൊടുത്തിട്ട് നല്ല കർട്ടൻസ് എല്ലാം കൊടുത്ത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള അലുമിനിയം ഫിനിഷിങ്ങിലുള്ള ഒരു ഹാൻഡ് ഡോർസ് എല്ലാം കൊടുത്ത് സുന്ദരമായിട്ട് തന്നെ ഈ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. അത് ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. സ്വപ്ന സുന്ദര വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
പുത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരയ്ക്കും രാജേഷ് പുറത്തൂർ സൈനിങ് ഓഫ്.